ഹലോ, കുറേ ദിവസമായില്ലേ നമ്മൾ വീഡിയോസൊക്കെ ഇട്ടിട്ട്. അപ്പോൾ ഞാനില്ലേ ഇന്ന് എന്താണെന്നറിയോ വന്നിരിക്കുന്നത്, നമ്മുടെ താമരത്തോട്ടത്തിൽ ഒരു കാര്യം കാണിച്ചുകൊണ്ട് വന്ന കേട്ടോ. അപ്പം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ ദിവസം വലിച്ചെറിഞ്ഞാൽ പോലും പൂക്കൾ തരുന്ന കുറേ താമരൻ്റെ വെറൈറ്റി നമ്മുടെ കയ്യിൽ ഉണ്ടെന്ന് കേട്ടോ. അപ്പോൾ അതിന് തെളിവ് കൂടെ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് കേട്ടോ. അപ്പം കുറേ പേര് എൻ്റെ ചോദിക്കാറുണ്ട്, ഇപ്പോൾ വെച്ച പഴിക്കുമോ, മഴയത്ത് വെച്ചാൽ ഉണ്ടാവുമോ, പൂവുണ്ടാവുമോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഞാനിത് നിങ്ങൾക്ക് തെളിവ് സഹിതം ഞാൻ കാണിച്ചു തരാം കേട്ടോ. കഴിഞ്ഞ ദിവസം ഞാൻ എടുക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ വീഡിയോയിൽ, വലിച്ചെറിഞ്ഞാൽ പോലും പൂക്കൾ തരുന്ന വെറൈറ്റി ഇതേ കണ്ടില്ലേ. ഇത് ട്യൂബർ ഞാൻ എടുത്ത് വെച്ചിട്ട് നട്ടിട്ട് കൂടി ഇല്ലാണ്ടില്ലേ. ഇതിന്ന് മുള വന്നിരിക്കുന്ന നോക്കി കണ്ടില്ലേ, കണ്ടോ. ഇതിന്ന് മുളച്ച് വന്നിരിക്കുകയാണ് ഈ സാധനം, മൊട്ടുണ്ടായിട്ടിരിക്കുക കേട്ടോ. ഇതിപ്പോൾ വെച്ചിട്ട് കുറച്ച് ദിവസമായിട്ടുള്ളൂ. ഞാനിത് ട്യൂബർ ഞാൻ എടുത്തിട്ടില്ല, ട്യൂബർ ഞാൻ എടുത്തിട്ട് വെള്ളത്തിൽ ഇട്ടിരിക്കുക കേട്ടോ. സെയിൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഇട്ടിരിക്കുകയാണ്. അതിനകത്ത് തന്നെ ഇതേ ഒരു അടിപൊളി മുട്ട വന്നിട്ടുണ്ട്. ഈ ഒരാൾ മാത്രമല്ല, ഇതെവിടെ ഒരാളും കൂടി ഉണ്ട്. ഇയാൾക്ക് മുട്ട വന്നിട്ടില്ല കേട്ടോ. ഇത് ലിയാങ്കിളി, ഇതിൽ മുട്ട ഒന്നായിട്ടില്ല. ഇതിപ്പോൾ മുട്ട ഇടുമെന്ന് എനിക്കറിയില്ല, പക്ഷേ ഇതിനകത്ത് മുട്ടിട്ടുണ്ട്. ഇനി ഒരാളും കൂടി ഉണ്ട്, അത് ഞാനിപ്പോൾ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ കണ്ടില്ലേ, ഇപ്പോൾ ഇതേപോലെ ഒരാളും കൂടി ഉണ്ട്, കാണിച്ചു തരാം കേട്ടോ. ആൾ 2 മുട്ട വന്നിട്ടുണ്ട് കേട്ടോ. ഇത് നമ്മുടെ അമേരി പിയോണി എന്ന് പറഞ്ഞ വെറൈറ്റിയാണ്. നോക്കിയേ, കണ്ടോ, വലിയ മുട്ടാണ്. അപ്പോൾ ഇത് ഞാൻ സെയിൽ ചെയ്യില്ല, കാരണം ഇത് നമുക്ക് വരുമല്ലോ എന്ന് അറിയാൻ വേണ്ടിയിട്ടുണ്ടല്ലോ. ഇത്രയും ഇതായിട്ട് കണ്ടില്ലേ, മുട്ട ഒന്ന് നിൽക്കണത് കണ്ടില്ലേ. ഇതേ മുട്ട വന്നിരിക്കുകയാണ് അതിനകത്ത് കേട്ടോ. അപ്പം ഇതൊക്കെ നമ്മൾ സെയിലിന് വേണ്ടി ഇടുന്നതാണ് കേട്ടോ. ഇതൊക്കെ നമ്മൾ കുറേയൊക്കെ കൊടുത്തു കഴിഞ്ഞു. ഇനി കുറച്ചും കൂടി ഉള്ളത് ഈ കാണുന്നതൊക്കെ ആയിട്ടുള്ളത്. ഇത് ഞാൻ പോട്ടിൽ നിന്ന് നടാണ്ട് തന്നെ പൂക്കൾ വരാൻ വേണ്ടിയിട്ട്, പൂക്കൾ ഉണ്ടാവുമെന്ന് അറിയാൻ വേണ്ടി ഒന്ന് വെയിറ്റ് ചെയ്യാൻ വേണ്ടി വെച്ചിരിക്കണം. എന്തായാലും ഇപ്പോൾ ഇത്ര ആയില്ലേ, ഇപ്പോൾ നമുക്ക് പൂ ഉണ്ടാവുമല്ലോ നോക്കാം കേട്ടോ. അപ്പോൾ 2 മുട്ട ഇപ്പോൾ ഇതിനകത്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പം വലിച്ചെറിഞ്ഞാൽ പോലും നമുക്ക് പൂക്കൾ തരുന്ന അടിപൊളി വെറൈറ്റീസ് നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ്. വേണ്ട ആൾക്കാരുണ്ടെങ്കിൽ കമൻറ്റ് അയക്കുക. നമ്മുടെ കയ്യിൽ വാട്സപ്പ് നമ്പറും കാര്യങ്ങളൊക്കെ ഉണ്ട്. കുറച്ച് ദിവസം നമ്മൾ തിരക്കിലൊക്കെ ആയിരുന്നു, നമുക്ക് സെയിൽ ചെയ്യാനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. കുറേ പേര് മെസ്സേജ് ഇട്ടിട്ടുണ്ടായിരുന്നു, അപ്പോൾ നമുക്ക് റിപ്ലൈ ഒന്നും കൊടുക്കാനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പം വേണ്ട ആൾക്കാർ കമൻറ്റ് ചെയ്യാം കേട്ടോ. കണ്ടില്ല, അപ്പോൾ ഇത് നമ്മുടെ അമേരിക്കൻ മല്ലി പറഞ്ഞ ലോട്ടസാണ്, വൈറ്റ് കളറിലിട്ട്. അപ്പോൾ അമേരിക്കൻ മല്ലിൻ്റെ ലോട്ടസ് നമ്മൾ അതിൻ്റെ ഫ്ലവറും കാര്യങ്ങളൊക്കെ നമ്മുടെ ഫോട്ടോ യൂട്യൂബ് ചാനലിൽ ഇട്ടിട്ടുണ്ട്, ഒന്ന് കയറി നോക്കുക കേട്ടോ, അപ്പോൾ കാണാൻ പറ്റും. പിന്നെ അതെ നമ്മുടെ പേർപ്പിൾ ജോയ് ഇവിടെ പൂക്കുന്നുണ്ട് കേട്ടോ. പേർപ്പിൾ ജോയ് ഉണ്ട്, കിങ് ഓഫ് സിയാം അത് ഇവിടെ സെറ്റാണ്. എന്നിട്ട് എനിക്ക് നമ്മുടെ അതുപോലെ തന്നെ വേറൊരു വെറൈറ്റി, എൻ്റെ യെല്ലോ കളർ വെറൈറ്റി ഉണ്ട്, അതും കൂടി ഒന്ന് മേടിക്കണമെന്ന് ആഗ്രഹമുണ്ട് കേട്ടോ. അപ്പോൾ ഞാനിപ്പം നോക്കട്ടെ, കുറച്ച് പൈസൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് വീട് പണിയും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുക കേട്ടോ. നമ്മുടെ ഏകദേശം ഇവിടം വരെ എത്തിയിട്ടുണ്ട് വീട് പണിയൊക്കെ. നമ്മളുടെ ഓസ്ട്ര എന്ന് പറഞ്ഞ വെറൈറ്റിയാണ് കേട്ടോ. ഇതാണ് നമ്മുടെ ഫോറിനർ കേട്ടോ. ഇതിപ്പോൾ നട്ടിട്ട് ഞാൻ 1 മാസം ആയിട്ടുള്ളൂ. നമുക്ക് കുറേ പൂക്കൾ തന്നു കേട്ടോ. കണ്ടില്ലേ, വൈറ്റ് കളർ കേട്ടോ, നല്ല ഭംഗിയാണ് കാണാൻ, വൈറ്റ് കളറ്. ഫോറിനറിൻ്റെ ട്യൂബേഴ്സൊക്കെ കഴിഞ്ഞു, ഇനിയിപ്പോൾ കുറച്ചും കൂടെ ഉണ്ട്. ഇനിയിപ്പോൾ ഇത് ഞാൻ പറഞ്ഞില്ലേ, നമ്മളുടെ അമേരിക്കൻ മീഡിയ കേട്ടോ, വൈറ്റ് കളർ ഫ്ലവർ. ഇതിപ്പോൾ തന്നെ അതേ മുട്ട വന്നു. ഞാൻ നട്ടിട്ടിപ്പോൾ ഏകദേശം ട്യൂബർ എടുത്തിട്ടില്ല. കുറച്ച് വീടിൻ്റെ ഫസ്റ്റ് കണ്ടില്ലേ, അതിൻ്റെ സെയിം സാധനം കേട്ടോ ഇത്. അപ്പോൾ കണ്ടില്ലേ, നമുക്ക് നട്ടിട്ടും കൂടെ പൂ വന്നിട്ടുണ്ട്. അപ്പം ഇതിപ്പോൾ ഞാൻ മഴക്കാലത്ത് നട്ടിരിക്കുന്നത്. അപ്പം മഴക്കാലത്ത് നട്ടാൽ ഉണ്ടാവുമോ ഇല്ലയോ എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് പേര് മേടിക്കാതിരിക്കുന്നുണ്ട്. മേടിച്ചെടുക്കാതെ വേഗം മേടിച്ചോളൂ കേട്ടോ, കാരണം നമുക്കിത് എങ്ങനെ വെച്ചാലും ഫ്ലവർ തരുന്നൊരു വെറൈറ്റിയാണ്. നിങ്ങളൊന്നും നോക്കണ്ട, കുറച്ച് നല്ല രീതിക്ക് കെയറും ചെയ്യേണ്ട ആവശ്യം. നട്ട് കഴിഞ്ഞപ്പോൾ ഞാൻ തിരിഞ്ഞ പോലും നോക്കിയിട്ടില്ല. ഞാനിപ്പോൾ കഴിഞ്ഞ ദിവസമാണ് കണ്ടത്. പിന്നെ ഇത് കണ്ടില്ലേ, നമ്മുടെ തമോയിൽ നമുക്ക് കുറേ മുട്ട വന്നിട്ടുണ്ട്. കണ്ടില്ലേ, 2 ബെഡ് ഇപ്പോൾ വന്നിട്ടുണ്ട്. അപ്പം തമോയ്ക്ക് 2 ബെഡ് വന്നിട്ടുണ്ട്. പിന്നെ ഇതേപോലെ ഒരു കുഞ്ഞ് ബെഡ് വെള്ളത്തിൻ്റെ ഉള്ളിലുണ്ട്, കാണുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. വെള്ളത്തിനുള്ളിൽ കുഞ്ഞ് ബെഡ് ഉണ്ട് കേട്ടോ. അപ്പോൾ അത്യാവശ്യം നല്ല വലിയ ഫ്ലവറാണ് നമ്മുടെ തമോ എന്ന് വെറൈറ്റി കേട്ടോ. പിന്നെ നമ്മുടെ ഇനിയിപ്പോൾ എടുക്കുന്നത് നമ്മുടെ അമേരി പിയോണി. ഇതേ കണ്ടില്ലേ, ഇത് അവളും മുട്ട വന്നിട്ടുണ്ട്. ഇത് ഞാനിപ്പോൾ കണ്ടിട്ടോ, വീട് എടുക്കുന്നതിൻ്റെ ഇടയിൽ കണ്ടാണ്. അത്രയും കാലം ഞാൻ കണ്ടിട്ടുണ്ടായില്ല. ഇതിന് പ്രത്യേകിച്ച് വളങ്ങളൊന്നും ഞാൻ കൊടുത്തിട്ടേ ഇല്ല കേട്ടോ, ശരിക്കും പറയുകയാണെങ്കിൽ. അപ്പോഴേക്കും തന്നെ നമുക്കിത് മുട്ടൊക്കെ തന്ന് സെറ്റായിട്ട് വളങ്ങളൊക്കെ കൊടുത്തു തുടങ്ങണം. അത് എപ്പോഴാണ് ടൈം കിട്ടാത്തതുകൊണ്ടാണ് നമുക്ക് വളങ്ങളും ചെയ്യാൻ പറ്റാത്തത് കേട്ടോ. പിന്നെ ഇത് നമ്മുടെ യെല്ലോ പിയോണി കേട്ടോ. അത് നല്ല ഭംഗിയിൽ ഇവിടെ വിരിഞ്ഞ് നിൽക്കുന്നുണ്ട് യെല്ലോ പിയോണി. കുറേ മുട്ടുണ്ട്, ഇഷ്ടം പോലെ മുട്ടുണ്ട്. ഇതിൻ്റെ പൂക്കളൊക്കെ വിരിഞ്ഞ ശേഷം വേണം നമുക്കിനി ഇതിൻ്റെ ട്യൂബർ എടുക്കാനായിട്ട് കേട്ടോ. ഇനിയിപ്പോൾ അടുത്തെടുക്കാൻ പോകുന്ന ട്യൂബർ ഏതൊക്കെയാണെന്ന് വെച്ചാൽ നമ്മളുടെ ചന്ദ്രഭാഗി ഉണ്ട്, ചന്ദ്രഭാഗൻ്റെ എടുക്കണം. അതുപോലെ തന്നെ ഇനി ഒരു സഹസ്രകളുണ്ട്, ലിയാങ്കിളി ഇനിയും എടുക്കാനുണ്ട്, റെഡ് ഫിലിപ്പ് എടുക്കാനുണ്ട്, 2 റെഡ് ഫിലിപ്പ് എടുക്കാനുണ്ട്, 2 റെഡ് ഫിലിപ്പ് എടുത്തിട്ടില്ല.
റെഡ് ഫിലിപ്പ് അല്ല കേട്ടോ, ഇത് നമ്മുടെ റെഡ് പിയോണി കേട്ടോ. റെഡ് പിയോണി എടുത്തിട്ട് നമ്മൾ റെഡ് ഫിലിപ്പ് ഒരിക്കൽ ഒരെണ്ണം എടുത്തിട്ടുണ്ടായിരുന്നു ഒരു പോട്ട്. പിന്നെ എനിക്ക് റെഡ് ഫിലിപ്പ് എടുക്കാനുണ്ട് ഒരെണ്ണം, ഒരു റെഡ് പിയോണി എടുക്കാനുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ വൈറ്റ് പഫ് എടുക്കാനുണ്ട്, ഹേർട്ട് ബ്ലഡിൻ്റെ എടുക്കാനുണ്ട്, പിന്നെ ഹാപ്പിനെസ് എടുക്കാനുണ്ട് കേട്ടോ. ഹാപ്പിനെസ്സും എടുക്കാനുണ്ട്. അപ്പം ഇതൊക്കെ എടുക്കുമ്പോൾ നമ്മൾ സെയിൽ പോസ്റ്റും കാര്യങ്ങളൊക്കെ ഇടുന്നുണ്ട്. അപ്പോൾ അറിയണമെങ്കിൽ നമ്മുടെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക, പിന്നെ ബെല്ലൈക്കനൊക്കെ എനേബിൾ ചെയ്ത് വയ്ക്കുക കേട്ടോ. നമ്മുടെ ലിയാങ്കളി നട്ടിട്ട് കുറച്ചായിട്ടുള്ളൂ. അപ്പോൾ അതിൽ പുതിയ പുതിയ അവകളൊക്കെ വരുന്നേ ഉള്ളൂ. നമുക്ക് കുറേ പൂക്കൾ തരുന്നത് ഇതിൻ്റെ ട്യൂബറിന് ചെറുതായിരിക്കും കേട്ടോ. പിന്നെ നമ്മുടെ റെഡ് ഫിലിപ്പ്, നമ്മൾ റെഡ് ഫിലിപ്പ് എടുത്തു. അതുപോലെ തന്നെ ചെയ്തതിൻ്റെ വിത്ത് ചീഞ്ഞ് പോയിട്ടോ, വിത്ത് ചീഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് വലിച്ചറിയാം. പിന്നെ വേറെ എന്താ ഇപ്പോൾ ഇതിൽ കാണിക്കാനുള്ളത് കണ്ടില്ലേ, ഇതൊക്കെ തന്നെ ഉള്ളൂ. അപ്പം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത ആൾക്കാരുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. പിന്നെ തൊട്ടടുത്ത ബെല്ലൈക്കനൊക്കെ എനേബിൾ ചെയ്യുകയാണെങ്കിൽ ഞാൻ ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഇവിടുത്തെ ഈ കുഞ്ഞു വീഡിയോ നമ്മളോട് അവസാനിപ്പിക്കാം കേട്ടോ.